ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു വിഷയം നോക്കാം. EDD എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. EDD എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർക്കും നമ്മുടെ കുഞ്ഞു വാവകളെ നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കത്തില്ലേ, അങ്ങനെയുള്ള അച്ഛന്മാർക്കും ഒക്കെ നമുക്ക് ആ ഡേറ്റ് എന്ന് നമ്മുടെ വാവയെ കൈ കിട്ടും എന്നുള്ള ഡേറ്റ് ഡോക്ടേഴ്സ്മാർ പറഞ്ഞു തരുന്ന ആ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനാദ്യം തന്നെ നിങ്ങളൊരു പേപ്പറും പേന എടുത്ത് കയ്യിൽ വെക്കണം, ഇത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ. എന്നിട്ട് ആ പേപ്പറും പേന ഉണ്ടെങ്കിലാണ് നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെഗ്ലൻസിൻ്റെ റൂൾ വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ അതിനിങ്ങനെ എഴുതി പ്രിപ്പയർ ആക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ആ എടുത്തുകൊണ്ട് വന്ന പേപ്പറും പേനയിൽ നിങ്ങൾ ആദ്യം തന്നെ, അതായത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മയുണ്ടല്ലോ, ആ അമ്മയ്ക്ക് ആദ്യം തന്നെ ആ അമ്മ ലാസ്റ്റ് പീരിയഡ്സ് ആയിരിക്കുന്ന ആ പ്രഗ്നൻറ്റ് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ലാസ്റ്റ് എന്നാണോ പീരിയഡ് ആയ തുടങ്ങിയ ഡേറ്റ് മാത്രം നിങ്ങൾ ആ പേപ്പറിൽ എഴുതണം. അതായത് LMP എന്ന് പറയും, ലാസ്റ്റ് മെനസ്ട്രൽ പീരിയഡ്, അത് നിങ്ങൾ അവിടെ എഴുതണം. അതായത് മാസം, ഡേറ്റ്, വർഷം, ഇത്രയും കാര്യം നിങ്ങൾ ആ പേപ്പറിൽ ആദ്യം എഴുതണം. ഓക്കെ, എന്ന് വെച്ചാൽ അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാർച്ച് 3-നാണെന്ന് വെച്ചോ, മാർച്ച് 3, 2022 ലാസ്റ്റ് നിങ്ങൾക്ക് പീരിയഡ്സ് ആയത്. അപ്പം അതാണ് നിങ്ങളുടെ LMP ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നിങ്ങളിങ്ങനെ ഇത് കണ്ടോ, ഞാൻ എഴുതിയേക്കുന്നത് LMP മാർച്ച് 3, 2022 അങ്ങനെ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, നെഗ്ലൻസിൻ്റെ റൂൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു റൂൾ ഉണ്ടല്ലോ, ആ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ മാർച്ച് 3 ഞാൻ പറഞ്ഞ മാസം ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ലാസ്റ്റ് മന്ത്, ആ മാസത്തിൽ നിന്ന് 3 മാസം പുറകോട്ടെടുക്കണം. ഓക്കെ, അതായത് മാർച്ച് 3, ഫെബ്രുവരി 3, ജാനുവരി 3, ഈ 3 മാസം കഴിഞ്ഞ്, ഈ 3 മാസം നമുക്കിനി വേണ്ട, ഈ 3 മാസം ശേഷമുള്ളത് ഏതാ, ഡിസംബർ 3 വരുന്നത്. സോ ഡിസംബർ 3 എടുക്കുക. ആ ഡിസംബർ 3 എടുത്തിട്ട് ആ ഡിസംബർ 3 കൂടെ നിങ്ങൾ ഒരു +7 ഡേയ്സ് ആഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഏത് മാസമാണോ, നിങ്ങളുടെ മാസത്തിൽ നിന്ന് 3 മാസം പുറകോട്ടും എടുത്ത് അതാത് ഡേറ്റിൽ തന്നെ വന്ന് നോക്കുമല്ലോ. ഇപ്പം ഞാൻ മാർച്ച് 3 എന്ന് പറഞ്ഞപ്പം എനിക്ക് ഡിസംബർ 3 കിട്ടി. അപ്പം നിങ്ങൾക്ക് 20 ആണെങ്കിൽ ആ 20-ലോട്ട് 3-ാമത്തെ മാസം ബാക്കിൽ വരുമ്പോൾ 20. ഓക്കെ, ആ കിട്ടുന്ന ഡേറ്റും ആ കിട്ടുന്ന മാസത്തിൻ്റെ കൂടെ ഒരു +7 ഡേയ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. 7 ദിവസം അവിടെ കൂട്ടണം. 7 ദിവസം കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഏതാണോ വർഷം, ആ വർഷം, ഇപ്പം ആ വർഷത്തിൻ്റെ അവസാനമാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് പോവുമല്ലേ. അതായത് 2022-ലാണ് ഡിസംബറിലായിരുന്നെങ്കിൽ അത് 3 ഒരു ആസ്പാസ്, ആ ഒരു 23 വർഷത്തിലോട്ട് പോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വർഷം നിങ്ങൾ ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അന്നേരം കിട്ടുന്നതാണ് നിങ്ങളുടെ വാവ എന്നാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളതിൻ്റെ ഡോക്ടർമാർ എഴുതി തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഡേറ്റ്. സോ ഞാൻ ഇച്ചിരി ബ്രീഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ ഞാൻ മാർച്ച് 3, 2022 എന്ന് എഴുതിയിട്ടുണ്ട്. സോ മാർച്ച് 3-ൽ നിന്ന് ഞാൻ 3 മാസം പുറകോട്ടെടുക്കുക, 3 മാസം കുറയ്ക്കുകയാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് മാർച്ച് 3, ഫെബ്രുവരി 3, ജാനുവരി 3, ഇത് കഴിഞ്ഞ് ഈ 3 മാസം കളഞ്ഞ് വെച്ചിട്ട് എനിക്ക് കിട്ടിയത് യുവർ മന്ത് വിൽ ബി ഇൻ ഡിസംബർ 3. സോ 3 മാസം കളഞ്ഞ ശേഷം ഡിസംബർ 3 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഡിസംബർ 3-ൻ്റെ കൂടെ ഞാനൊരു 7 ഡേയ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ 7 ഡേയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസംബർ 10 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ വാവയെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 10 ആണ്. ഇനി അത് ഏത് വർഷമായിരിക്കും എന്നും കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ പ്ലസ് ഇയർ, ഡിസംബർ 10, 2022. സോ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 10, 2022 ആണ്. നിങ്ങൾ ഇനി ഓൾറെഡി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടൊക്കെ വന്നെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞു തന്ന റൂൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, കാൽക്കുലേറ്റ് ആയിട്ട് ഒന്നായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ വരുന്നുണ്ടെങ്കിലും വരുന്നില്ലെങ്കിലും എനിക്കൊന്ന് കമൻറ്റ് ഇടണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം, ഞാൻ കമൻറ്റിന് ഞാൻ റിപ്ലൈ ഇട്ട് തരാം കേട്ടോ. സോ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണേ. ഇതൊരു റൂള് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 2 റൂളുണ്ട്. അത് ഞാൻ പറയാൻ പോയ ഒത്തിരി വലിയ ലെങ്ത് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം കേട്ടോ. സോ ബൈ.